ശബരിമലയിലെ 400 ഗ്രാമിനടുത്തുള്ള സ്വർണം ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ ജുവലറിയിൽ നിന്ന് ഇന്നലെ കിട്ടി എന്നാണ് അറിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതെടുത്തുകൊണ്ട് ഗോവർദ്ധൻ എന്ന് പറയുന്ന ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ ജുവലറിയിൽ കൊടുത്തു. അത് കിട്ടി എന്നാണ് പറയുന്നത്. ഇതിനകത്തൊരു കൽപേഷിൻ്റെ പേര് പറയുന്നുണ്ട്. ഇനി കൽപേഷ് ആരാണ് എന്നുള്ളതൊരു വലിയ ചർച്ച നടക്കുകയാണ്. അതിനിടയിലാണ് ഇതിൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള അല്ലെങ്കിൽ ലോകത്ത് എവിടെയൊക്കെയാണ് ഈ സ്വർണം പോയിരിക്കുന്നുള്ള ചർച്ചയുമായി അതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായി ഇൻ്റർപോളിൻ്റെ സഹായം ഇന്റർപോൾ രംഗത്ത് വന്നു അല്ലെങ്കിൽ വരും എന്ന് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അത് കൂടുതൽ കർക്കശമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. യു എയിലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതായത് ദുബായ് പോലുള്ള ഖത്തർ, ദുബായ്, അതുപോലെ തന്നെ റാസൽ കൈമ, ഒമാൻ തുടങ്ങിയ യുഎഇയും അതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളും, സൗദി അറേബ്യ പോലുള്ള നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലും, അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലെ മലയാളികൾക്കും സ്വർണം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ കൃത്യമായി വളരെ വലിയ തോതിൽ പ്രചരിക്കുന്ന ഒരു വിവരം. അങ്ങനെ പ്രചരിക്കുകയാണെങ്കിൽ, അങ്ങനെ സ്വർണം ദിവ്യത്വമുള്ള സ്വർണമായതുകൊണ്ട് അത് ഉരുക്കി 400 ഗ്രാം നമുക്ക് ബെല്ലാരിയിൽ കൊടുത്തു. പക്ഷേ ആ 400 ഗ്രാം ഇനി വളരെ രസകരമായ കാര്യം, ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടെടുത്ത ആ 400 ഗ്രാം തന്നെയാണോ ഈ 400 ഗ്രാം, അതോ ആ 400 ഗ്രാം വിദേശ രാജ്യങ്ങളിൽ മറ്റു പലർക്കുമായി ദിവ്യത്വമുള്ള സ്വർണമെന്ന് പറഞ്ഞ് വിറ്റ് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയോ? അതിന് പകരമായി വെറുമൊരു 400 ഗ്രാം എന്ന് പറഞ്ഞാൽ 400 ഗ്രാം വച്ചാൽ തീരുന്ന വിഷയമല്ല ഇത്. ഒരു പണം പോലെ തീരുന്നതല്ല. 40,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ കട്ടു, ആ 1,00,000 രൂപ കൊണ്ട് തിരിച്ചു വെച്ചു, ഗൂഗിളിലൂടെ ഇട്ടാൽ തീരുന്ന വിഷയമല്ല ഇത്. ശബരിമല അയ്യൻ്റെ ദിവ്യത്വമുള്ള അവിടുത്തെ നടയിൽ വച്ചിരുന്ന, അല്ലെങ്കിൽ അവിടുത്തെ വാതിലിൽ വച്ചിരുന്ന, അല്ലെങ്കിൽ ദ്വാരപാല വിഗ്രഹത്തിൽ വച്ചിരുന്ന, അല്ലെങ്കിൽ വാതിൽ പാളികളിൽ വച്ചിരുന്ന, കട്ടളയിൽ വച്ചിരുന്ന സ്വർണം എന്ന് പറയുന്നത് ദിവ്യത്വമുള്ള സ്വർണമാണ്. സാധാരണ സ്വർണം 1 പവന് 1 ലക്ഷമാണെങ്കിൽ ഇത് 10 ലക്ഷമോ 20 ലക്ഷമോ വാങ്ങുന്ന മുതലാളിമാരുടെ ഭക്തിയുടെയും ആത്മീയതയുടെയും സാമ്പത്തികത്തിൻ്റെയും ബലമായി ഇതിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ബാർഗെയിൻ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നിന്നെടുത്ത സ്വർണമാണോ ഈ സ്വർണം? വലിയൊരു ചോദ്യമാണ്. അല്ല എന്നാണ് വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല എങ്കിൽ ആ 400 ഗ്രാം സ്വർണം എവിടെ കൊടുത്തു, എത്ര കോടി രൂപയുണ്ടാക്കി? ഇതാണ് പുതിയ ഇന്റർപോളിൻ്റെയൊക്കെ ചർച്ചയ്ക്ക് വരുന്ന, അല്ലെങ്കിൽ CBIയുടെയൊക്കെ വിഷയത്തിന് വരുന്ന പുതിയ വിഷയം. ഇത് വിദേശ രാജ്യങ്ങളിലുള്ള ഏതെല്ലാം മുതലാളിമാർക്ക് കൊടുത്തു, അവരെല്ലാം എവിടെയാണ് ഈ സ്വർണം സൂക്ഷിച്ചിരിക്കുന്നത്? അവരുടെ പൂജാമുറിയിലാണോ, മറ്റെവിടെയാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ അവർ ആ സ്വർണം ഉപയോഗിച്ച് ആഭരണങ്ങൾ ഉണ്ടാക്കി, മാലയും കമ്മലും അല്ലെങ്കിൽ മോതിരവും വളയും ഒക്കെ ഉണ്ടാക്കി വീട്ടുകാർ ധരിക്കുന്നുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്, വളരെ വലിയ ചോദ്യമാണ്. അപ്പോഴും ഒരു 400 ഗ്രാം കിട്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. 400 ഗ്രാം കിട്ടി, ഗോവർദ്ധന് കൊടുത്തു, ബെല്ലാരിയിലാണ് ജുവലറി, അദ്ദേഹം അത് സമ്മതിച്ചു, അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞ് ഇതുവരെ അദ്ദേഹം മിണ്ടിയിട്ടില്ലായിരുന്നു. ഈ SIT ടീം, അതാണ് എൻ്റെ രസകരമായ കാര്യം. സാധാരണ ഈ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടും ദൈവത്തിൻ്റെ വിഷയമായതുകൊണ്ടും ആർക്കെങ്കിലും കള്ളന്മാരല്ലെങ്കിൽ, കൊള്ളക്കാരല്ലാത്തവരും, മോഷ്ടിക്കാത്തവരും, കൈയിട്ട് വരാത്തവരും, കൂടെ നിൽക്കാത്തവരും, കൂട്ടിക്കൊടുക്കാത്തവരുമായിട്ടുണ്ടെങ്കിൽ പറയും, എൻ്റെ ജുവലറിയിലേക്ക് ഒരു 400 ഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. ബെല്ലാരിയിലെ ഗോവർദ്ധൻ ആദ്യം പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തെ സംശയിക്കണം. കാരണം എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല? അദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു ജുവലറി നടത്തുന്ന ആളാണെങ്കിൽ, ഇങ്ങനെ ഒരു അയ്യപ്പൻ്റെ വിഷയം വരുമ്പോൾ, ഇങ്ങനെ നാട് മുഴുക്ക പത്രത്തിലും ചാനലിലും TV-യിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെങ്കിലും അദ്ദേഹത്തിനടുത്ത് പറയുകയും, അദ്ദേഹം എൻ്റെ കടയിലാണ് ഇങ്ങനെ കൊണ്ടു തന്നതെന്ന് പറഞ്ഞ് സത്യസന്ധമായി അദ്ദേഹം മുന്നോട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഇതങ്ങനെയല്ല. അദ്ദേഹം ഈ സ്വർണം എന്ത് ചെയ്തു? കൊടുത്ത 400 ഗ്രാം സ്വർണം, അയ്യപ്പനിൽ നിന്ന് കിട്ടിയ 400 ഗ്രാം സ്വർണം എവിടെ? അത് ആർക്കെല്ലാം ഉരുക്കി കൊടുത്തു, ആർക്കെല്ലാം ആഭരണമാക്കി കൊടുത്തു? അതൊരു വലിയ ചോദ്യമാണ്. അതേസമയം അതിന് പകരമുള്ള വേറൊരു 400 ഗ്രാം ആണോ അവിടെ നിന്ന് ഇപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊടുക്കാൻ നിൽക്കുക? 400 ഇല്ല, 300 സംതിങ്ങേ ഉള്ളൂ. പക്ഷേ എന്നാലും 400 ഗ്രാമാണ് ഒരു കണക്കിൽ പറയുന്നത്. 400 ഗ്രാം ഇങ്ങോട്ട് കൊടുക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോഴും 400 ഗ്രാമിൻ്റെ കണക്കൊഴിച്ച് ബാക്കി സ്വർണം എന്ത് ചെയ്തു? 4 കിലോയ്ക്ക് അടുത്തുള്ള സ്വർണം വിജയ് മല്യ കൊടുത്തിരുന്നു. ആ 4 കിലോയ്ക്ക് അടുത്തുള്ള സ്വർണം കൊടുക്കുമ്പോൾ ബാക്കി സ്വർണം എവിടെ പോയി? വളരെ കൃത്യമായൊരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെയാണ് CBIയുടെയും ഇന്റർപോളിൻ്റെയും ഇൻ്റർവെൻഷൻ വരുന്നത്. അത് വിദേശ രാജ്യങ്ങളിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ UAEയിലും ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമുള്ള മലയാളി സമൂഹത്തിൻ്റെ മുതലാളിമാരുടെ ഇടയിൽ ഇത് പോയിട്ടുണ്ടോ എന്നുള്ളൊരു ചർച്ച ഗൗരവം വരുന്നു. ഭാരതമല്ല, ഏതൊക്കെ സെലിബ്രിറ്റികൾ ഇതിൻ്റെ സ്വർണം പോയിട്ടുണ്ട്, ഏതൊക്കെ മുതലാളിമാർക്ക് ഇതിൻ്റെ സ്വർണം പോയിട്ടുണ്ട്? ഇതൊരു അന്വേഷണ ശൃംഖലയാണ്. ഇത് അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ ചെറിയ മീനാണോ വലിയ മീനാണോ വലയിൽ വീണതെന്നും
ഇതിൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും ഇതാരൊക്കെ ചേർന്നാണ് ചെയ്തിരിക്കുന്നതെന്നും അറിയാൻ കഴിയുകയുള്ളൂ. ഇവിടെ വളരെ രസകരമായ കാര്യം, ദേവസ്വം ബോർഡ് അറിയാതെ ഒരു കാര്യവും നടന്നിട്ടില്ല എന്നുള്ള ഒരു മൊഴിയും ഇപ്പോൾ ഇതിനിടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ചോദ്യം, ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാർ അറിഞ്ഞോ? അടുത്തൊരു ചോദ്യം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ ഇത് അറിഞ്ഞോ? അങ്ങനെ പത്മകുമാർ ആ സമയത്ത് ദേവസ്വം സെക്രട്ടറി അറിഞ്ഞോ? ദേവസ്വം സ്പെഷ്യൽ ഓഫീസർ അറിഞ്ഞോ? ദേവസ്വം ശബരിമല കോർഡിനേറ്റർമാർ അറിഞ്ഞോ? ശബരിമലയിൽ പുണ്യം പൂങ്കാവനം പദ്ധതി നടപ്പിലാക്കിയിരുന്ന ഓഫീസർമാർ ഇത് അറിഞ്ഞോ? അപ്പോൾ തന്ത്രി അറിഞ്ഞോ? പോറ്റി അറിഞ്ഞോ? അവിടെയുള്ള സംവിധാനങ്ങൾ ആരെങ്കിലും അത് അറിഞ്ഞോ? ഒന്നാമത്തെ വിഷയം. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഉദ്യോഗസ്ഥ സംവിധാനം തുടർച്ചയായതുകൊണ്ട് തന്നെ അങ്ങനെ അറിഞ്ഞ് പ്രശ്നത്തിൽ പെട്ടുവെങ്കിൽ വീണ്ടും പ്രശാന്ത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും കത്ത് കൊടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുമതലപ്പെടുത്തുന്നത്? അതിനാരാണ് ഇടനിലക്കാരനായി നിന്നത്? ഇത് വളരെ ഗൗരവമായ ചോദ്യമാണ്. അപ്പോൾ പ്രശാന്ത്, PS പ്രശാന്ത് അറിഞ്ഞില്ലയോ? അല്ലെങ്കിൽ പത്മകുമാർ അറിഞ്ഞില്ല? ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അത് മന്ത്രിയോട് സൂചിപ്പിച്ചില്ലയോ? എങ്കിൽ അവർ മന്ത്രിമാരെയും വഞ്ചിച്ചു. PS പ്രശാന്ത് ഇങ്ങനെ ഒരു വിഷയമുണ്ടായിട്ട് അത് VN വാസവന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, പത്മകുമാർ അങ്ങനെ അന്നൊരു വിഷയമുണ്ടായിട്ട് അത് കടകംപള്ളി സുരേന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, അവരുടെ PS-നോട് പറഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ APS-മാരോട് ആരോടെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരോട് ഇങ്ങനെ ദേവസ്വം ബോർഡിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു പാളി കൊണ്ടുപോയ കഥയുണ്ട്, ഒരു പ്രശ്നമാണതെന്ന് ഉണ്ണികൃഷ്ണന്റെയും മുരാരി ബാബുവിനെയും കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ മന്ത്രിമാരുടെ ഓഫീസിൽ എത്തിച്ചിട്ടില്ല എങ്കിൽ അതും ഗുരുതരമായ കൃത്യവിലോപമാണ്, തെറ്റാണ്. കാരണം ഓരോ വകുപ്പിലും നടക്കുന്ന ഇത്തരത്തിലെ പ്രമാദമായ കാര്യങ്ങൾ, വളരെ വിവാദമാകുന്ന കാര്യങ്ങൾ കൃത്യമായി മന്ത്രി ഓഫീസിൽ അറിയുകയും ചെയ്യും. അറിയാൻ അവിടെ സംവിധാനവുമുണ്ട്. അതാണ് എൻ്റെ രസം. മന്ത്രിമാരുടെ ഓഫീസിൽ ഒരു ഇൻ്റലിജൻസ് സംവിധാനം തന്നെയുണ്ട്. ഇത്തരം കാര്യങ്ങൾ അവരെ വകുപ്പിൽ നടക്കുന്ന നല്ലതും ചീത്തയുമായ തോന്നിവാസങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള വളരെ കൃത്യമായൊരു മെക്കാനിസം എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലും രഹസ്യമായി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തിൽ ഈ ശബരിമലയിൽ നടന്ന കൊള്ള അറിഞ്ഞില്ലയോ? ഇനി അങ്ങനെയുള്ള സംവിധാനത്തിൽ നിൽക്കുന്നവർ ഇതറിഞ്ഞിട്ടും മിണ്ടാതിരുന്നോ? അവർക്ക് സ്വർണം കിട്ടിയോ? ഇതൊരു വലിയ ചോദ്യമാണ്. കാരണം ഇതിനകത്ത് രണ്ട് തരത്തിൽ ആളുകൾ വീഴാൻ സാധ്യതയുണ്ട്. ഒന്ന്, സാമ്പത്തിക താല്പര്യം കൊണ്ട് വീഴാം, തീർച്ചയായിട്ടും വീഴാം. രണ്ടാമത്തെ താല്പര്യമാണ് ആത്മീയമായും മതപരമായും ദൈവികമായും ഭക്തിപരമായി ചിന്തിക്കുമ്പോൾ അയ്യപ്പൻ്റെ അവിടുത്തെ അല്പം സ്വർണം കിട്ടുന്നതല്ലേ, അത് നമ്മുടെ ജീവിതത്തിന് ഗുണമുണ്ടായാൽ നമ്മൾ എന്തിനാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മളൊരു പരാതി പറയാനോ അല്ലെങ്കിൽ അറിഞ്ഞൊരു കാര്യം മോഷണ വസ്തുവാണെന്നോ തട്ടിച്ച വസ്തുവാണെന്നോ അറിഞ്ഞാലും നമ്മൾ എന്തിന് മറ്റുള്ളവരോട് പറയണം? നമുക്ക് കിട്ടിയത് വെച്ചുകൊണ്ട് നമ്മളുടെ ഭക്തിയും നമ്മുടെ ആത്മീയതയും നമുക്ക് കിട്ടുന്ന പുണ്യവും നമ്മൾ വാങ്ങിച്ച പോരെ എന്നൊരു ചിന്തയുടെ ഭാഗമായിട്ടും പലരും മൗനത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൗനത്തിലേക്ക് പോയവരുമുണ്ട്. ഇത് കള്ളസ്വത്തെന്നുള്ള ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ വാങ്ങിച്ചവരുണ്ട്, കാശ് കൊടുത്ത് വാങ്ങിച്ചവരുണ്ട്, വലിയ വില കൊടുത്ത് വാങ്ങിയവരുണ്ട്, അത് മറിച്ച് വിറ്റവരുണ്ട്, ആഭരണങ്ങളാക്കിയവരുണ്ട്. ഇങ്ങനെ വലിയൊരു ശൃംഖല തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ആ ശൃംഖലയെ ഓരോ കണ്ണികളായിട്ട് പൊട്ടിച്ചു വരുന്നുണ്ട്. പക്ഷേ അടുത്ത കണ്ണിയിലേക്ക് പോകാതെ പോയ കണ്ണിയിൽ തന്നെ നിന്ന് മുറിഞ്ഞു പോകുമോ എന്നുള്ളതാണ് നമുക്കുള്ള ആശങ്ക. അത് അയ്യപ്പൻ്റെ വിഷയമായതുകൊണ്ട് മുറിയാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഉണ്ണികൃഷ്ണൻ ആരുമില്ല എന്ന് പറഞ്ഞ സ്ഥലത്തും തുടങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലെത്തി, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മുരാരി ബാബുവിലെത്തി, മുരാരി ബാബുവിൽ നിന്ന് ഇപ്പോൾ ഗോവർദ്ധനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു സുബ്രഹ്മണ്യത്തിൻ്റെ അനന്തൻ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ് വേറൊരാൾ വന്നു, അത് പോയി, അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടു. എന്നാൽ സുബ്രഹ്മണ്യാനന്ദൻ അങ്ങനെ ഒരു പേര് മറ്റുമാണ്. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഗോവർദ്ധനിൽ നിന്ന് സ്വർണം എടുത്തിരിക്കുകയാണ്. അപ്പോഴും നമുക്കറിയേണ്ടുന്നത്, പ്രേക്ഷകർക്കറിയേണ്ടത്, ജനങ്ങൾക്കറിയേണ്ടത്, സമൂഹത്തിനറിയേണ്ടത്, ശബരിമല അയ്യപ്പനിൽ നിന്ന് എത്ര സ്വർണം എടുത്തു, അത് ഏതൊക്കെ വ്യക്തികൾക്ക്, ഏതൊക്കെ രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക്, ഏതൊക്കെ രൂപത്തിൽ വിറ്റു, അതെന്താണ് ഇപ്പോൾ ആ ഒറിജിനൽ സ്വർണത്തിന് സംഭവിച്ചിരിക്കുന്നത്, അത് കണ്ടെത്തി ശബരിമലയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രാദേശിക തലത്തിലുള്ളതായാലും SIT-യുടെ ആയാലും CBI-യുടെ ആയാലും ഇന്റർപോളിൻ്റെ ആയാലും ചുമതല. ശബരിമലയിൽ നിന്നെടുത്തിരിക്കുന്ന സ്വർണത്തിന് പകരം സ്വർണം കൊണ്ട് വയ്ക്കലല്ല. 4 കിലോ എടുത്തെങ്കിൽ 4 കിലോ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വയ്ക്കലല്ല. 400 ഗ്രാം പോയിട്ടുണ്ടെങ്കിൽ പകരം 400 ഗ്രാം കൊണ്ടുവയ്ക്കലല്ല. എടുത്തുകൊണ്ടുപോയ സ്വർണം എവിടെയാണുള്ളതെന്ന് കണ്ടെത്തി അത് ഏത് രൂപത്തിൽ അതിൻ്റെ രൂപമൊക്കെ മാറ്റി ആഭരണങ്ങളായിട്ടുണ്ടെങ്കിലും അത് ശബരിമലയിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഗൗരവതരമായ അന്വേഷണമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ആഴവും പരപ്പും അന്താരാഷ്ട്ര തലത്തിലേക്ക് വളർന്നിരിക്കുന്നത്.